2025 ഓഗസ്റ്റ് 3 നടന്ന CSEBയുടെ ജൂനിയർ ക്ലർക്ക് കാഷ്യർ എക്സാമിൻ്റെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തു നോക്കുന്നത്. ഇത് ക്വസ്റ്റ്യൻ കോഡ് C ആണ്. ഇതിൽ മാത്സ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ക്രോസസ് എ 600 മീറ്റർ ലോങ് സ്ട്രീറ്റ് ഇൻ 5 മിനിറ്റ്സ്. വാട്ട് ഈസ് ഹിസ് സ്പീഡ് ഇൻ കിലോമീറ്റർ പെർ ഹവർ? ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത് സ്പീഡാണ്. സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 600 മീറ്റർ ആണ്. ഇവിടെ ടൈം എന്ന് പറയുന്നത് 5 മിനിറ്റ്സ് ആണ്. ഈ 5 മിനിറ്റ്സിനെ നമ്മൾ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഇവിടെ മീറ്റർ ആണല്ലോ തന്നിരിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ ഈ 5 മിനിറ്റ്സിനെ നമ്മൾ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതിനു വേണ്ടി നമ്മൾ 60 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. പിന്നെ നമ്മളോട് ഈ സ്പീഡ് ലാസ്റ്റ് ആൻസർ കണ്ടുപിടിക്കാൻ പറയുന്നത് കിലോമീറ്റർ പെർ ഹവറിലാണ്. അതിനു വേണ്ടി നമ്മൾ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ ഹവറിലേക്ക് മാറ്റാൻ വേണ്ടി 18/5 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമ്മളിത് ചെയ്യുകയാണെങ്കിൽ 0 തമ്മിൽ കട്ട് ചെയ്യാം. പിന്നെ 6 കൊണ്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 6 ഒരു പ്രാവശ്യം, ഇവിടെ 6 10 പ്രാവശ്യമുണ്ട്. പിന്നെ ഈ ഒരു 10ഉം ഈ ഒരു 5ഉം തമ്മിൽ നമുക്ക് കട്ട് ചെയ്യാം. ഈ 5 ഒരു തവണ, ഇവിടെ 2 തവണ, പിന്നെ ഒന്നും അങ്ങനെ കട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് 2 18 36 36/5 ആണ്. അപ്പോൾ 36/5 എത്രയാണെന്ന് ചോദിച്ചാൽ 36 ഹരിക്കണം 5, 7 5 35 6 5 പോയാൽ 1 ആണ്. പോയിൻ്റ് ഇട്ടു. ഇവിടെ 0. 10ൽ എത്ര 5 ഉണ്ടെന്ന് ചോദിച്ചാൽ 2 2 10 0. അപ്പോൾ 7.2 ആണ് ആൻസർ വരുന്നത്. 7.2 കിലോമീറ്റർ പെർ ഹവർ. ആൻസർ ഓപ്ഷൻ B ആണ്, 7 കിലോമീറ്റർ പെർ ഹവർ. അടുത്ത ക്വസ്റ്റ്യൻ, എ ലൈബ്രറി ഹാസ് ആൻ ആവറേജ് ഓഫ് 110 വിസിറ്റേഴ്സ് ഓൺ സൺഡേസ് ആൻഡ് 240 ഓൺ അതർ ഡേയ്സ്. ദി ആവറേജ് നമ്പർ ഓഫ് വിസിറ്റേഴ്സ് പെർ ഡേ ഇൻ എ മന്ത് ഓഫ് 30 ഡേയ്സ് ബിഗിനിങ് വിത്ത് എ സൺഡേ ഈസ്. ഇവിടെ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ എന്തെല്ലാമെന്ന് വെച്ചാൽ, ഒരു ലൈബ്രറിയിൽ 510 വിസിറ്റേഴ്സ് ഞായറാഴ്ചകളിൽ വരുന്നുണ്ട്. അല്ലാത്ത ദിവസങ്ങളിൽ 240 വിസിറ്റേഴ്സ് വരുന്നുണ്ട്. ഇവിടെ ഈ ഒരു കണക്ക് പ്രകാരം 30 ദിവസങ്ങളുള്ള ഒരു മാസത്തിൽ, ആ മാസത്തിൻ്റെ ബിഗിനിങ് എന്ന് വെച്ചാൽ 1-ാം തീയതി സൺഡേ ആണ്. ഇങ്ങനെയുള്ളൊരു മാസത്തിൽ ഒരു ദിവസം ആവറേജ് എത്ര വിസിറ്റേഴ്സ് ഈ കണക്ക് പ്രകാരം വരുന്നുണ്ടാവുമെന്നാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത്. അതിനു വേണ്ടി നമ്മൾ ഈ മാസത്തിൽ ടോട്ടൽ എത്ര വിസിറ്റേഴ്സ് ആ ലൈബ്രറിയിൽ വരുന്നുണ്ടെന്ന് കണ്ടുപിടിക്കണം. ആ ടോട്ടലിനെ നമ്മൾ ഈ എത്ര ദിവസം, നമ്പർ ഓഫ് ഡേയ്സ് എത്ര ഉണ്ട്, 30 അല്ലേ, അതുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ടോട്ടൽ വിസിറ്റേഴ്സിനെ ആദ്യം കണ്ടുപിടിക്കണം. ഇവിടെ 30 ദിവസങ്ങളിലൊരു മന്ത് ബിഗിനിങ് 1-ാം തീയതി സൺഡേ ആണെന്ന് പറയുമ്പോൾ അവിടെ 5 സൺഡേയ്സ് ഉണ്ടാവും. 5 സൺഡേയ്സ്, ഇവിടെ സൺഡേയ്സിൽ വരുന്നത് 510 വിസിറ്റേഴ്സ്. അപ്പം നമ്മൾ 510 × 5 കണ്ടുപിടിക്കണം. 0 1 5 5 5 25. സൺഡേയ്സിൽ മാത്രം 2550 വിസിറ്റേഴ്സ് വരുന്നുണ്ട്. അല്ലാത്ത ദിവസങ്ങളിൽ കണ്ടുപിടിക്കാൻ വേണ്ടി 240 × അല്ലാത്ത ദിവസം, ഇനി 30ൽ 5 ദിവസം നമ്മൾ സൺഡേസിൻ്റെ കണ്ടുപിടിച്ചു. ബാക്കിയുള്ള ദിവസങ്ങൾ ഇനിയെന്ന് പറയുന്നത് 25 ദിവസങ്ങളാണ്. 0 4 5 20 2 10 12 0 2 4 8 2 2 4 0 0 2 10 ബാക്കി 1 4 1 5 5 1 6. അപ്പോൾ അല്ലാത്ത ദിവസങ്ങളിൽ വരുന്ന വിസിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 6000 ആണ്. അപ്പം നമുക്ക് ടോട്ടൽ ഒരു 30 ദിവസങ്ങളിൽ എത്ര വിസിറ്റേഴ്സ് വരുന്നുണ്ടെന്ന് കാണാം. അതിനുവേണ്ടി 6000 പ്ലസ് 2550 0 5 5 6 2 8
550 വിസിറ്റേഴ്സ് ഈ 30 ദിവസങ്ങളിലായിട്ട് ആ ലൈബ്രറിയിൽ വരുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു 30 ദിവസങ്ങളിൽ ആവറേജ് ഒരു ദിവസം എത്ര വിസിറ്റേഴ്സ് വരുന്നുണ്ടെന്ന് കണ്ടുപിടിക്കാം. അതിനു വേണ്ടി ഈ ടോട്ടൽ വിസിറ്റേഴ്സ് ഒരു മന്തിലെ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ് 30 ആണല്ലോ, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. 0 0 തമ്മിൽ വെട്ടി 3 ഒരു തവണ, 8 2 തവണയുണ്ട്, ബാക്കി 2 25 3 8 തവണ, ബാക്കി 1 ഉണ്ടാവില്ല. 15 3 എത്ര തവണ? 5 തവണ. അങ്ങനെ ടോട്ടൽ 285 പേര് ആവറേജ് ഒരു ദിവസം ആ ലൈബ്രറിയിൽ വരുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ റോങ് നമ്പർ ഇൻ ദ നമ്പർ സീരീസ്. ഈ നമ്പർ സീരീസിൽ ഒരു നമ്പർ റോങ് ആണ്, അതേത് നമ്പറാണെന്ന് കണ്ടുപിടിക്കാനാണ്. ഈ സീരീസിൽ ഉൾപ്പെടാത്ത ഒരു നമ്പർ ഉണ്ട്, അതേതാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ആ നമ്പർ സീരീസ് ഒന്ന് എടുത്തെഴുതുക. 6 12 20 30 42 54 72 90 110. ഈ സീരീസിൽ നമ്മൾ 6ഉം 12ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്ന് നോക്കാം. 6നോട് 6 കൂട്ടിയാലാണ് 12 ലഭിക്കുന്നത്. ഈ 12നോട് 8 കൂട്ടിയാലാണ് നമുക്ക് 20 ലഭിക്കുന്നത്. 20നോട് 10 കൂട്ടിയാലാണ് നമുക്ക് 30 ലഭിക്കുന്നത്. 30നോട് 12 കൂട്ടിയാലാണ് നമുക്ക് 42 ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 42നോട് 14 കൂട്ടിയാൽ നമുക്ക് 54 ലഭിക്കുന്നില്ല. 42ഉം 14ഉം എത്രയാണ്? 50. 42ഉം 14ഉം 4 2 6 56 ലഭിക്കേണ്ടത്. അപ്പം ഇതൊരു റോങ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പം നമുക്ക് ഈ സീരീസ് ഇങ്ങോട്ടും നോക്കാം, ആ ബന്ധവും നമുക്ക് നോക്കാം. അപ്പം ഇവിടെ 54 അല്ല വരേണ്ടത്, 56 വരേണ്ടത്. ഈ 56 വന്നു കഴിഞ്ഞാൽ ഇവിടെ 14 കൂട്ടിയത്, അപ്പോൾ ഇങ്ങോട്ടതിന് 16 കൂട്ടണം. അപ്പം നമ്മൾ 56നോട് 16 കൂട്ടി നോക്കുക. 6 6ഉം 12, ബാക്കി 1, 5 1 6, 6 1 7, 72 കറക്റ്റാണ്. അപ്പോൾ ഈ 72നോട് നമ്മളിനി 18 കൂട്ടി നോക്കുക. 72 പ്ലസ് 18, 8 2 10, ബാക്കി 1 7 1 8, 8 1 9, അപ്പോൾ 90. ഇതും കറക്റ്റാണ്. 18 ആഡ് ചെയ്തപ്പോൾ ഈ 90നോട് നമ്മൾ ഇനി എന്ത് ആഡ് ചെയ്യണം? 20 ആഡ് ചെയ്യണം. അപ്പോൾ എത്രയാണ്? 90ഉം 10ഉം 100, 100ഉം 10ഉം 110. അതും കറക്റ്റാണ്. ഈ ഒരു ബന്ധത്തിൽ ഇതെല്ലാം കറക്റ്റാണ്. ഇവിടെ മാത്രമാണ് റോങ് ആയിട്ട് വരുന്നത്. അപ്പം ഇതാണ് റോങ് നമ്പർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. In a certain code language, tap is written as EPAT and love is written as EVOL. How will Nitin be written in the same language? ഇവിടെ നമ്മളുടെ ടാപ്പ് എന്ന് പറയുന്നത് റിവേഴ്സ് ഓർഡറിലാണ് EPAT എന്ന് എഴുതിയത്. ഇത് നേരെ തിരിച്ചെഴുതിയതാണ്. അതേപോലെ തന്നെയാണ് ലവ് എന്നത് നേരെ തിരിച്ചെഴുതിയതാണ് EVOL. അതേപോലെ നിതിൻ എന്നത് നമ്മൾ തിരിച്ചെഴുതിയാൽ ഈ N എന്നത് അവസാനം പോകും. അങ്ങനെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ A മാത്രമേ ഉള്ളൂ. സിയും ബിയും ഡിയുടെ അവസാനം എന്ന് പറയുന്നത് I ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഓപ്ഷൻ എ തന്നെയാണ് ആൻസർ. നിതിൻ എന്നത് തിരിച്ച് നമ്മൾ റിവേഴ്സ് ഓർഡറിൽ എഴുതിയാൽ നിതിൻ എന്നത് തന്നെയാണ് വരിക. അപ്പോൾ ഇവിടെ കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമൊന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ, സെലക്ട് ദ കറക്റ്റ് കോമ്പിനേഷൻ ഓഫ് മാത്തമാറ്റിക്കൽ സൈൻ ടു റീപ്ലേസ് സ്റ്റാർ സൈൻസ് ആൻഡ് ടു ബാലൻസ് ദ ഇക്വേഷൻ. ഇവിടെ തന്നിരിക്കുന്ന ഇക്വേഷനിൽ നമ്മൾ ഈ സ്റ്റാർ സൈൻ തന്നിരിക്കുന്ന ഇടങ്ങളിൽ ഈ ഓപ്ഷനിൽ തന്ന ഏതൊക്കെ ഓപ്ഷൻ പ്രകാരമുള്ള സൈനുകൾ ചേർത്താലാണ് ഇതൊന്ന് കറക്റ്റ് ആവുകയാണെന്ന് ചോദിക്കുന്നത്. ഈ ഓപ്ഷൻ പ്രകാരം ലാസ്റ്റ് വരേണ്ട സ്റ്റാർ സൈൻ എന്ന് പറഞ്ഞാൽ
എല്ലാ ഓപ്ഷനിലും ഈക്വലാണ്. അപ്പം നമ്മൾ ഈ 6നും 17നും ഇടയിൽ വരുന്നത് ഈക്വൽ സൈൻ ആയിരിക്കും. അപ്പം 17 എന്ന് പറയുന്നത് ആൻസർ ആണ്. ഈക്വൽ സൈനിന് ശേഷം എന്ന് പറയുന്നത് ആൻസർ ആണല്ലോ ഉണ്ടാവുക. അപ്പോൾ ഇതാ 17 ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് ലഭിക്കേണ്ടത്. അപ്പം നമുക്ക് ഏത് ഓപ്ഷനാണ് നമ്മൾ ശരിയെന്ന് കണ്ടെത്താൻ വേണ്ടി നമുക്ക് ഒരു ട്രിക്ക് കൂടി ഉപയോഗിക്കാം. ഇവിടെ നമ്മൾ എല്ലാത്തിലും നമുക്ക് ഡിവിഷൻ സൈൻ ഉണ്ട്. ഇവിടെ നമ്മൾ ഡിവിഷൻ സൈൻ ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആവുക ഈ 15നും 24നും ഇടയിൽ വരുന്നതിനേക്കാളും 6നും 3നും ഇടയിൽ വരുന്നതിനേക്കാളും 24നും 3നും ഇടയിലായിരിക്കും. 24 ഹരിക്കണം 3 എന്ന് പറഞ്ഞാൽ 8 ആണല്ലോ. അപ്പോൾ അവിടെയാണ് ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആവുക. അപ്പോൾ രണ്ടാമത് ഹരണം വരുന്നത് ഓപ്ഷൻ എയിൽ വരുന്നുണ്ട്, ഓപ്ഷൻ ബിയിൽ വരുന്നുണ്ട്, ഓപ്ഷൻ ഡിയിൽ വരുന്നുണ്ട്, ഓപ്ഷൻ സിയിൽ വരുന്നില്ല. അപ്പോൾ നമുക്ക് അതവിടെ കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ഓപ്ഷൻ എ ചെയ്ത് നോക്കാം. 15 പ്ലസ് 24 ഡിവിഷൻ 3 ഇൻറ്റു 6. അപ്പം 24 ഹരണം 3 എത്രയാണ് വരുന്നത്? 8. 15 പ്ലസ് 8 ഇൻറ്റു 6. 6 48. 48ഉം 15ഉം ഒരിക്കലും 17 വരില്ല. അപ്പം നമുക്ക് കൂടുതൽ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ബി ആണ്. ബി നമുക്ക് ചെയ്തു നോക്കാം. 15 ഇൻറ്റു 24 ഹരിക്കണം 3 പ്ലസ് 6 ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് 8 ആണ്. 24 ഹരിക്കണം 15 ഇൻറ്റു 8 പ്ലസ് 6. 15 8 എന്ന് പറയുമ്പം 15 8 120. 120ഉം 6 126. ഒരിക്കലും അതും നമ്മൾ ആൻസറായിട്ട് വരില്ല. അപ്പം നമുക്ക് ഓപ്ഷൻ ഡി തന്നെ എടുത്ത് നോക്കാം. 15 പ്ലസ് 24 ഹരണം 3 മൈനസ് 6. അപ്പം ഇത് ഓൾറെഡി 8 ആണല്ലോ വരുന്നത്. 8 15 പ്ലസ് 8 മൈനസ് 6. അപ്പം നമുക്ക് 8 6 പോയാൽ 2 ആണ്. 15ഉം 2ഉം 17 ആൻസർ വരും. അപ്പം നമ്മൾ ഏതൊക്കെ സയൻസ് പ്ലസ്സും ഡിവിഷനും മൈനസും, പ്ലസ് ഡിവിഷൻ മൈനസ്. അപ്പം ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. അടുത്തതൊരു ഡയറക്ഷൻ ബേസ് ക്വസ്റ്റ്യൻ ആണ്. ആകാശ് ലെഫ്റ്റ് ഫ്രം ഹോം ആൻഡ് സൈക്കിൾഡ് 10 കിലോമീറ്റർ ടുവേർഡ്സ് നോർത്ത്, then turned to right and cycled 5 kilometer, and then again turned to right and cycled 10 kilometer. After this he turned left and cycled 10 kilometer. How many kilometer will he have to cycle to reach his home straight? അതായത് ഇപ്പം നമുക്ക് ഇവിടെ ആകാശം സൈക്കിളിൽ സഞ്ചരിച്ച പല ദിശകളിലേക്ക് ആകാശം സഞ്ചരിച്ചിരുന്നു അവൻ്റെ വീട്ടിൽ നിന്ന്. ആ ഒരു ദൂരം കണ്ടുപിടിക്കാനാണ് ഇവിടെ പറയുന്നത്. അപ്പം നമുക്ക് അത് പിക്ചറായിട്ട് വരച്ച് നോക്കുന്നതായിരിക്കും. പിക്ചറല്ലാതെ വരച്ച് നോക്കാൻ വേറെ ചില മാത്തമാറ്റിക്കൽ ട്രിക്സൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിലും എനിക്ക് ഏറ്റവും ബെറ്ററായിട്ട് ഞാൻ വരച്ച് നോക്കാറാണ്. അങ്ങനെ തന്നെ ചെയ്ത് നോക്കാം. ആകാശ് ലെഫ്റ്റ് ഹോം. നമുക്ക് ആദ്യം നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. അപ്പോൾ നമുക്ക് ആകാശിൻ്റെ ഹോം ഇവിടെയാണെങ്കിൽ ആകാശ് ലെഫ്റ്റ് ഫ്രം ഹോം ആൻഡ് സൈക്കിൾഡ് 10 കിലോമീറ്റർ ടുവേർഡ്സ് സൗത്തിലേക്ക് 10 കിലോമീറ്റർ പോയി. ദെൻ ടേൺ ടു റൈറ്റ്. അവിടുന്ന് റൈറ്റിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ 5 കിലോമീറ്റർ 5 കിലോമീറ്റർ പോയി. ദെൻ അഗെയിൻ ഹി ടേൺ റൈറ്റ് ആൻഡ് സൈക്കിൾ 10 കിലോമീറ്റർ. അവിടുന്നും റൈറ്റിലേക്ക് പിന്നീടും പോയി. ഇവിടുന്ന് 10 കിലോമീറ്റർ പോയി. ആഫ്റ്റർ ദിസ് ഹി ടേൺ ടു ലെഫ്റ്റ്. അവിടുന്ന് ലെഫ്റ്റിലോട്ട് പോയി. ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് പോയി എന്ന് പറഞ്ഞാൽ 10 കിലോമീറ്റേഴ്സ് ലെഫ്റ്റിലോട്ട് പോയി. ദെൻ ഹൗ മെനി കിലോമീറ്റേഴ്സ് വിൽ ഹി ഹാവ് ടു സൈക്കിൾ ദ റീച്ച് ഹിസ് ഹോം സ്ട്രേറ്റ്. അപ്പോൾ ഇവിടെയാണ് ലാസ്റ്റ് എത്തി നിൽക്കുന്നത്. ഇവിടെയായിരുന്നു സ്റ്റാർട്ടിംഗ് പോയിൻറ്റ്.
അപ്പോൾ ഇവിടെ 10 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇവിടെ ഉള്ള 5 കിലോമീറ്ററും ഉണ്ടാവും. അങ്ങനെ ഈ 10 കിലോമീറ്ററും ഈ 5 കിലോമീറ്ററും ടോട്ടൽ 15 കിലോമീറ്ററാണ് ആകാശ് വീട്ടിൽ നിന്ന് ഇപ്പോൾ എത്തിയ സ്ഥലത്തോട്ടുള്ള ദൂരം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 86 + 37 = 23 ആൻഡ് 91 + 78 = 64. ദെൻ 52 + 69 എത്രയായിരിക്കുന്നതാണ്. ഇവിടെ നമ്മൾ നോക്കിയാൽ 86നോട് 37 കൂട്ടിയാൽ നമുക്ക് ഒരിക്കലും 23 ലഭിക്കില്ല. അതേപോലെ 91നോട് 78 കൂട്ടിയാൽ 64 ലഭിക്കില്ല. അപ്പോൾ നമ്മളിവിടെ ഡയറക്റ്റായിട്ട് ആഡ് ചെയ്യുന്ന ഒരു റിലേഷൻ അല്ല, മൈനസ് ചെയ്യുന്ന റിലേഷനും അല്ല. അത് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കിയെടുത്തോളം എങ്ങനെയാണെന്ന് വെച്ചാൽ 86 എന്ന് പറയുമ്പം 8ഉം 6ഉം 8 - 6 8 - 6 എത്രയാണ്? 2 ആണ്. 37ന് നമുക്ക് 3 × 7 3 × 7 എന്ന് പറഞ്ഞാൽ 21 ആണ്. അപ്പോൾ 21നെ 2ഓട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 23 ആൻസർ വന്നു. അപ്പം നമുക്കിത് ശരിയായിട്ട് വന്നു. അപ്പോൾ നമുക്ക് അടുത്ത റിലേഷനും കൂടി ഒന്ന് നോക്കാം. 91 എന്ന് പറയുന്നത് 9ഉം 1ഉം 9 - 1 എത്രയാണ് വരുന്നത്? 8. പിന്നെ 78 എന്ന് പറയുന്നത് നമുക്ക് 7 × 8 7 8 എത്രയാണ് വരുന്നത്? 7 8 56 വരുന്നത്. അപ്പോൾ ഇത് തമ്മിൽ ആഡ് ചെയ്താൽ 56നോട് 8 ആഡ് ചെയ്താൽ 64 ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും കറക്റ്റായി. അപ്പോൾ നമുക്ക് ലഭിക്കേണ്ടത് കൂടി നമുക്കങ്ങനെ ചെയ്ത് നോക്കാം. 52 എന്ന് പറയുമ്പോൾ 5 - 2 എത്രയാണ്? 5 × 2 പോയാൽ 3. പിന്നെ 69 6 × 9 6 × 9 54. അപ്പോൾ ഇത് തമ്മിൽ ആഡ് ചെയ്താൽ 54നോട് 53 ആഡ് ചെയ്താൽ 57 ആൻസർ വരിക. ഇവിടെ ഓപ്ഷനിൽ ആൻസർ ബി ആണ്. 57 ഇവിടെ ഉണ്ട്. അപ്പോൾ ആൻസർ ബി ആയിട്ടാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് 75% ഓഫ് 480 പ്ലസ് 48% ഓഫ് 750. അതായത് 480ൻ്റെ 75%ഉം 750ൻ്റെ 48%ഉം കൂടി ആഡ് ചെയ്താൽ എത്രയാണ് ലഭിക്കുക എന്നാണ്. അപ്പം നമുക്ക് കണ്ടെത്താം. 480 × 75 / 100 പ്ലസ് 750 × 48 പ്ലസ് 100. ഇതൊരു PYQ ആയിരുന്നു. അതുകൊണ്ട് ഇത് മുമ്പേ കണ്ടവർക്ക് പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടാവും. നമുക്ക് ആദ്യം ഇത് ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് 0 തമ്മിൽ കട്ട് ചെയ്തു. അപ്പം നമുക്ക് 2 കൊണ്ട് വെട്ടി നോക്കാം. 2 കൊണ്ട് ഇവിടെ വെട്ടിയാൽ 5 ലഭിക്കും. ഇവിടെ വെട്ടിയാൽ 24 ലഭിക്കും. പിന്നെ നമുക്കിത് 5 കൊണ്ട് കിട്ടിയാൽ ഇവിടെ 1, ഇവിടെ 15 ഉണ്ട്. അപ്പം 24 15 കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടെയും കൂടി കട്ട് ചെയ്യാം. 0 തമ്മിൽ കട്ട് ചെയ്തു. പിന്നെ നമ്മൾ 5 കൊണ്ട് കട്ട് ചെയ്യാം. 5 കൊണ്ട് കട്ട് ചെയ്താൽ ഇവിടെ 2, ഇവിടെ 15, പിന്നെ 2 കൊണ്ട് കട്ട് ചെയ്താൽ ഇവിടെ 24. അപ്പം 24 × 15 24 × 15 24 × 15 എത്രയാണ്? 20, ബാക്കി 2 10 10 12, ഒരു 4 4, ഒരു 2 2, 0 2 4 2 6 360. അപ്പം ഇവിടെയും 24 × 15 360. അപ്പം 24 × 15 300. അപ്പോൾ 2 360 കിട്ടും. 360 360 എന്ന് പറഞ്ഞാൽ 0 2 6 12, ബാക്കി 1 2 720 നമുക്ക് ലഭിക്കും. അപ്പോൾ ഇവിടെ ആൻസർ ഉണ്ടോ എന്ന് നോക്കിയാൽ ഓപ്ഷൻ ബി ആണ് ആൻസർ.
അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ഗൈ ബോട്ട് 10 പെൻസിൽ ഫോർ Rs 50 ആൻഡ് സോൾഡ് ദം ഫോർ Rs 60. വാട്ട് ഈസ് ഗെയിൻ ഇൻ ടേംസ് ഓഫ് പേഴ്സൻറ്റേജ്? ഇവിടെ കണ്ടുപിടിക്കാൻ പറയുന്നത് ഒരാൾ 10 പെൻസിൽ 50 രൂപയ്ക്ക് വാങ്ങി. അപ്പോൾ 500 CP കോസ്റ്റ് പ്രൈസ്. പിന്നെ അതേ ആൾ തന്നെ ഈ 10 പെൻസിൽ 60 രൂപ എന്ന നിരക്കിൽ വിൽക്കുകയും ചെയ്തു. അപ്പം 600. ഇതാണ് സെല്ലിംഗ് പ്രൈസ്. ഇവിടെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത് ഇവിടെ നമ്മൾ ഗെയിൻ, അതായത് പ്രോഫിറ്റ് പേഴ്സൻറ്റേജിലാണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. പ്രോഫിറ്റ് മാത്രമല്ല, പ്രോഫിറ്റിൻ്റെ ശതമാനത്തിലാണ്, എത്ര പ്രോഫിറ്റിൻ്റെ നിരക്ക്, അതായത് ശതമാനത്തിലാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത്. അപ്പം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 ആണ്. ഇവിടെ സെല്ലിംഗ് പ്രൈസ് എത്രയാണെന്ന് വെച്ചാൽ 600 മൈനസ് 500 കോസ്റ്റ് പ്രൈസ് ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് 500 ഇൻറ്റു 100 ഈക്വൽ ടു 600 മൈനസ് ചെയ്താൽ 100 നമ്മളെ ലാഭം. അത് നമുക്ക് പേഴ്സൻറ്റേജിലാണല്ലോ കണ്ടുപിടിക്കേണ്ടത്, ലാഭം എത്ര ശതമാനമാണെന്ന്. അപ്പം നമ്മളിവിടെ കണ്ടുപിടിക്കുമ്പം നമുക്ക് ഇവിടെയും കട്ട് ചെയ്തു, ഇവിടെയും കട്ട് ചെയ്തു. അപ്പോൾ 100ൽ എത്ര 5 ഉണ്ട് 20. അപ്പോൾ നമ്മൾ 20% ആണ് നമ്മുടെ നിരക്കെന്ന് പറയുന്നത്, ലാഭശതമാനം. ഓപ്ഷൻ എ 20%. അടുത്ത ക്വസ്റ്റ്യൻ, അതായത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദ റേഷ്യോ ഓഫ് 2 numbers ഈസ് 3:8 ആൻഡ് ദ ഡിഫറൻസ് ഈസ് 150. ദ സ്മോളർ ഓഫ് ദ 2 number ഈസ്. അതായത് 2 സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം എന്ന് പറഞ്ഞാൽ 3:8 ആണ്. ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 115 ആണ്. അപ്പോൾ ഇതിൽ ചെറിയ സംഖ്യ ഏതായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 3:8ൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 8 5 എന്ന് പറയുന്നതാണ് 115. അപ്പോൾ ഇതിൽ ചെറിയ സംഖ്യ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ചെറിയ അംശബന്ധം എന്ന് പറഞ്ഞാൽ 3 അല്ലേ. അപ്പോൾ ചെറിയ സംഖ്യ കണ്ടുപിടിക്കാനായിട്ട് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കിത് ക്രോസ് ചെയ്യാം. അതിനു വേണ്ടി 3 × 150 ഡിവൈഡ് ബൈ 5 ഒരു തവണ. അപ്പോൾ ഇവിടെ 2 പിന്നെ 3. അപ്പോൾ 23 × 3 എന്ന് പറഞ്ഞാൽ 69. അപ്പോൾ 69 ചെറിയ സംഖ്യ എന്ന് പറയുന്നത്. അതാ 69 ഓപ്ഷനിലുണ്ട്. ഓപ്ഷൻ സി ആണ് 69 എന്ന് പറയുന്ന ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ടോട്ടൽ 10 ക്വസ്റ്റ്യൻസും ചെയ്ത് കഴിഞ്ഞു. ചെറിയ രീതിയിൽ ട്രിക്കൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എങ്ങനെയാണ് ഇതൊന്ന് മനസ്സിലാക്കേണ്ട രീതി മാത്രമേ, എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നുള്ളൊരു മനസ്സിലാക്കേണ്ട രീതി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ട്രിക്കൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ ചെയ്ത് കൂടുതൽ ചെയ്യുന്നതിലൂടെ നമുക്ക് പെട്ടെന്ന് ഓപ്ഷൻ കാണുമ്പോഴേക്ക് തന്നെ പെട്ടെന്ന് ബബിൾ ചെയ്യാനുള്ള ഒരിത് വരും. അത് കൂടുതൽ നമ്മൾ MCQ ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് ലഭിക്കുക. ഓക്കെ, താങ്ക് യു.